പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സഞ്ചാരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സൗകര്യം അവനെ കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 3-ാം അധ്യായം 11-ാം വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് അതിന്റെ 12-ാം വാക്യം വായിച്ചാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചാൽ കൃത്യമാട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ ചിന്തിച്ച് വന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് 11-ാം വാക്യം വരെ ചിന്തിച്ച് നിർത്തി. അത്രയും ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് നമ്മൾ ധരിക്കേണ്ടതായ ഒഴിവാക്കേണ്ടതായ ഒരുപാട് വിഷയങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. എന്നിട്ട് 12-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ എന്ത് ചെയ്യണം, ക്ഷമിക്കുകയും ചെയ്യുകയും. അപ്പോൾ ഇത് ആരോടാണ് പറയുന്നത്? ഒന്നെന്താണ് ദൈവത്തിന്റെ വൃദ്ധന്മാർ. വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധന്മാരല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതാണ് വൃദ്ധന്മാർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും വിശുദ്ധന്മാരോടും വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ മറ്റേ ഇതര സമുദായിക സഭകൾ പഠിപ്പിക്കുന്നതൊക്കെ എന്താണ്? മരിച്ചു കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം വിശുദ്ധന്മാരെന്ന് പറഞ്ഞ ആരെയാണ്? അതായത് രക്ഷിക്കപ്പെട്ടവരെയാണ് വിശുദ്ധന്മാരെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്കൊരു വാക്കുകൾ ധരിക്കുക. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 3:1. കണ്ടോ, പൗലോസ് പറയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോടിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ ഈ എബ്രായ വിശ്വാസികളെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന എബ്രായ വിശ്വാസികളെയാണ് എന്ത് വിളിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ആരാണ്? വിശുദ്ധന്മാരാണ്. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരായത്? യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരായി തീർന്നത്. ആമേൻ. എത്ര വലിയ വിശുദ്ധമായ പദവിയാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ അതുകൊണ്ട് പറയാണ് വിശുദ്ധന്മാരും പിന്നെ എന്താണ്? പ്രിയന്മാരുമായി. ഇപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കൾ. അതുപോലെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മൾ ആരായി മാറി? ദൈവത്തിന്റെ പ്രിയ മക്കളായി മാറി. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? സന്തോഷമുള്ളവരുന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഈ പദവി അനേകർക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് ഇതിന്റെ മഹത്വം പലർക്കും അറിയത്തില്ല. നമ്മൾ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവത്തെയും ശിക്ഷിച്ചവനായ ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന്. ഇതിനു വലിയ പദവി എന്താണ് വേണ്ടത്? ആദാമ്യ പാപനിമിത്തം പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ പിശാചിന്റെ അടിമത്തത്തിലേക്കായി പോയി. ആ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുപ്പാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. ആ ക്രൂശിലൂടെ നമുക്കെല്ലാവർക്കും നീതീകരണം ലഭിച്ചു, നമുക്ക് വിശുദ്ധീകരണം ലഭിച്ചു. നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളായി തീർന്നു, നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരായി തീർന്നു, ദൈവത്തിന്റെ വൃദ്ധന്മാരായി തീർന്നു. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്.
അതാണ് ദാവീദ് പറയുന്നത്. ആ ദാവീദ് എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ ക്ഷമിച്ചു? പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അവനാണ് ഭാഗ്യവാൻ. ഈ ലോകത്തിലെ മറ്റെന്ത് കിട്ടിയാലും അത് ഇവിടം കൊണ്ട് നശിച്ചു പോകും. എത്ര കോടികൾ ലോട്ടറി അടിച്ചാലും അതൊക്കെ ഇവിടം കൊണ്ട് നശിച്ചു പോകും. പക്ഷേ നമുക്ക് ലഭിച്ച ഭാഗ്യം എന്തെന്നറിയാമോ? കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് നിത്യജീവന് നമ്മെ അവകാശിയാക്കി തീർത്തു. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലെ, ഏറ്റവും വലിയ വാക്തത്വം എന്താണ്? 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിച്ചു. 1 യോഹന്നാൻ 2:25. ആ കണ്ടോ, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാക്തത്വം. അതെന്താണ്? നിത്യജീവൻ തന്നെ. പുതിയമത്തിൽ 10ഓളം വാക്തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഒന്നാമത്തെ വാക്തത്വം എന്താണ്? ദൈവം നമുക്ക് നിത്യജീവനെ തന്നു എന്നുള്ളതാണ്. ആ വാക്തത്വം പ്രാപിക്കാൻ കർത്താവ് നമുക്ക് കരുണ ചെയ്തില്ലേ? ആ ഭാഗ്യത്തെ ഓർത്തൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതാണ് പൗലോസ് പറഞ്ഞു വെച്ചതെന്ന് പറയാമോ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നമ്മൾ ചെയ്യണം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. കാരണം രക്ഷിക്കപ്പെടാത്ത ഓരോ വ്യക്തിയും, ആമേൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാത്ത ഓരോ വ്യക്തിയും നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിത്യജീവൻ തന്ന് ആമേൻ നിത്യ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുക്കുക. ആ ദൈവത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടവരാണ്. അവയെ മഹാഭാഗ്യം ലഭിച്ചതുകൊണ്ട് ആമേൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. അവയെ സർവശക്തനായ ദൈവത്തിന്റെ മക്കളായി തിരുവനന്തപുരം ദൈവം നമുക്ക് നൽകിയ ആ വലിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. നമ്മൾ തുള്ളിച്ചാരി ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. ആ ദൈവത്തെ ആരാധിക്കാനാണ്, ആ ദൈവത്തെ സ്തുതിക്കുവാനാണ്, ആ ദൈവത്തെ മനസ്സുകൊള്ളുവാനാണ് ഈ ഞായറാഴ്ച രാവിലെ ദൈവത്തെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. 6 ദിവസം ദൈവം നമ്മളെ സൂക്ഷിച്ചു, അന്ന് ദൈവം നമ്മളെ പരിപാലിച്ചു, ഇരുട്ടിന്റെ അധികാരം നമ്മളെ വിടിവിച്ചു, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി നമ്മളെ വെച്ചുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദിവസവും കൂടാനിക്കൂടി നന്മകൊണ്ട് അവയെ ദൈവം നമ്മളെ നിലനിർത്തുന്ന ആ വലിയ കൃപയ്ക്കായി നമ്മൾ ദൈവത്തിന് ആവശ്യമാണ്. ആമേൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയായി? ഏതൊക്കെ പദവിയാണ് നമുക്കുള്ളത്? 1 ദൈവത്തിന്റെ വ്രതമാണ്, 2 വിശുദ്ധന്മാർ, 3 പ്രിയന്മാർ. 3 പദവികളെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. എന്നിട്ട് പറയാണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ ധരിക്കേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആമേൻ. നമ്മൾ ഇതിക്ക് മുമ്പുള്ള വാക്യങ്ങൾ കണ്ടു. പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? നമ്മൾ ഉരിഞ്ഞു കളയണം, അല്ലെ? ജഡത്തിന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണമെന്ന് നമ്മൾ മുൻപേ കണ്ടു. അപ്പൊ ഇവിടെ പറയാണ്, 1 എന്ത് ചെയ്യണം? നമ്മൾ മനസ്സലിവ്, 2 ദയ, 3 താഴ്മ, 4 സൗമ്യത, 5 ദീർഘക്ഷമ. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞാലേ ധരിക്കണം, അല്ലെ? ഇപ്പൊ ഞാൻ ഈ ഷർട്ട് ധരിച്ചേക്കുക, അല്ലെ? ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്താണ്? ഈ ഷർട്ട് എന്നോടുകൂടെ ഉണ്ട്. ഇതേപോലെ നമ്മൾ ഈ 5 കാര്യങ്ങൾ എപ്പോഴും ധരിക്കുന്നവരായിരിക്കണം. 1 നമുക്ക് മനസ്സലിവ് ഉണ്ടാകണം, അല്ലെ? ഒരു മനുഷ്യന്റെ പ്രയാസവും ഭാരമൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് വേണം? മനസ്സലിവ് ഉണ്ടാകണം, അല്ലെ? നമ്മൾ സഹോദരന്മാരാണെന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ സഹോദരന്മാരാണ്. സഹോദരന്മാരെന്ന വാക്കിന്റെ അർത്ഥം എന്താ? സഹ ഉദരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരേ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവരാണെന്ന് പറയുന്നത് സഹോദരന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, അല്ലേ, നമുക്കൊരു ആഴമായ ഒരു ദൈവസ്നേഹം പരസ്പരം ഉണ്ടാകണം. അതിൽ നിന്നൊരു മനസ്സലിവ് നമുക്കുണ്ടാകണം, അല്ലെ? നമ്മളൊരു സഭയാണ്, ഒരു കുടുംബമാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബമാണ്. വരും ദിവസം നമ്മൾ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ കുടുംബത്തിലല്ലേ, ഒരു കുടുംബത്തിൽ ഒരാള്, അല്ലെ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവനെന്താണ്? നമ്മൾ ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുക ഇല്ല. അവനെ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി, മോനെ അത് തെറ്റാണ്, മോളെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അല്ലെ, അവനെ പിന്നെയും നമ്മൾ ചേർത്ത് പിടിക്കും. ഇതാണ് കുടുംബത്തിന്റെ പ്രത്യേകത, അല്ലെ? അപ്പൊ ഇതേപോലെ സഭയാകുന്ന നമ്മളൊരു കുടുംബമാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം നേരിട്ടാൽ എന്ത് ചെയ്യണം? നമുക്കൊരു മനസ്സലിവ് അവരോട് കാണിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു മനസ്സലിവ് എന്ത് ചെയ്യണം?
നമ്മളെ കൊണ്ട് ആവുന്നത് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെ? ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അല്ലെ? ഇപ്പൊ ഞങ്ങള് ചെന്നനിയന്മാര് ഞങ്ങൾ മൂന്നുപേരും ഇന്നും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് അയച്ചു തരും. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ മൂന്നുപേരും, രാജേഷ് ഭാഷ ആകട്ടെ, സതീഷ് ഭാഷ ആകട്ടെ, ഞങ്ങൾ മൂന്നുപേരും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? എല്ലാ കാര്യത്തിലും എന്താണ്? പൂർണ്ണമായൊരു സഹകരണം. അങ്ങനെയുണ്ടോ? അതെന്തുകൊണ്ടാണ്? ആ സഹോദര ബന്ധം, അത് മാത്രമല്ല ഒരു ആത്മീയ ബന്ധം അത് ഏറെയുണ്ട്. അമേൻ അമേ. അതും ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നമുക്കൊരു വ്യക്തിനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഒരു മനസ്സലിവ് തോന്നും, അല്ലെ? സാധാരണ ഇപ്പോഴത്തൊക്കെ എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഭിക്ഷക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? കൊടുത്തു വിടുക. ഇന്നിപ്പം വലിയ വലിയ വീടുകളൊക്കെ വെച്ച് വലിയ ഗേറ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അടച്ചിട്ടില്ല. മാത്രമല്ല 2-3 പട്ടികളെയും കൂടി വളർത്തിക്കുക. ഇന്നാളെ ഒരാൾ പറയാണ്, ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പം ഒന്ന് ഗേറ്റ് തുറന്നിറക്കാൻ ഞാൻ കയറി ചെന്നപ്പോ ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോ പട്ടീനെ അഴിച്ചു വിട്ടു. ഇവരൊന്നും തരുന്നത് പോട്ടെ, രണ്ടാമത്തെ കാര്യം, പക്ഷെ പട്ടീനെയും കൂടി എന്ത് ചെയ്തു? അഴിച്ചു വിട്ടു. എന്തു മനസ്സലിവുണ്ടെന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് കുറച്ച് അരിയാണ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയാണ്, എന്താണ് കൊടുക്കാനുള്ളത്? ഇപ്പൊ കാശില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തു കൊടുക്കണം. അതിലൊക്കെ എൻ്റെ അമ്മ ഭയങ്കര മാതൃക. വീട്ടിലൊരു ഭിക്ഷകാരൻ വന്ന് എന്ത് ചെയ്തറിയാമോ? ആ മുഷിഞ്ഞ വസ്ത്രത്തോടെ മുടിയൊക്കെ വെട്ടാതെ വന്നതാണെങ്കിൽ അവനെ ആദ്യം പിടിച്ചിരുത്തിട്ട് അറിയാമോ? അവന്റെ കൈയും മുഖമൊക്കെ കഴിച്ച് അവന് ആദ്യം ഭക്ഷണം കൊടുക്കും. എന്നിട്ട് അവന്റെ തലമുടി വെട്ടി അവനെ കുളിപ്പിച്ച് അപ്പച്ചന്റെ നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് എന്നിട്ട് അവസാനം സുവിശേഷം പറഞ്ഞിട്ട് അമ്മ വീട്ടിൽ നിന്ന് വിടും. എൻ്റെ അമ്മ നല്ല മുടിവെട്ടുകാരിയായിരുന്നു. ഞങ്ങള് 10-11 വയസ്സ് വരെ ഞങ്ങളുടെ മുടി എൻ്റെ അമ്മയെ വെട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു മനസ്സലിവുണ്ടാകണം. ഒരുത്തിനെ കരുതുവാനും താങ്ങുവാനുള്ള മനസ്സുണ്ടാകണം. ആ ഒരു മനസ്സുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ മറ്റുള്ള മനുഷ്യരോട് മനസ്സലിവ് കാണിച്ചാൽ നമ്മുടെ വിഷമഘട്ടങ്ങൾ എന്ത് ചെയ്യും? ദൈവം നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും പറഞ്ഞു വിടും, അല്ലേ? നമ്മൾ വിതച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കൊയ്യും. മനസ്സലിവ് വിതച്ചാൽ മനസ്സലിവ് തന്നെ നമ്മൾ കൊയ്യും. നമുക്ക് ആരോട് മനസ്സലിവ് കാണിക്കില്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു മനുഷ്യരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? മനസ്സലിവുണ്ടാകണം. രണ്ടാമതായിട്ട് എന്താണ്? ദയ, അല്ലെ? മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? നമ്മൾ ദയ കാണിക്കുന്നവരാകണം. അസാധാരണമായ ദയ കാണിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്, അല്ലെ? മെലിത്ത ദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോ അവരെവിടെ എന്ത് ചെയ്തു? ആ അസാധാരണമായ ദയ കാണിച്ചു. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മനുഷ്യന്റെ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവനോട് നമ്മൾ ദയ കാണിക്കുന്നവരാകണം. ഇനി മൂന്നാമതായിട്ട് എന്താണ്? താഴ്മയുണ്ടാകണം. നമുക്ക് താഴ്മ. അല്ലെങ്കിൽ ഞാനാണ് വലുത്, എനിക്ക് മാത്രം എല്ലാം അറിയാം, എന്നെ കവിഞ്ഞ ആരും ഇല്ല എന്നുള്ളൊരു ഭാവം എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കുണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞതുകൊണ്ടോ? ഇനി നമ്മളില്ലേലും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളില്ലേലും, അല്ലെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ലോകം വെച്ചു പോകാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ അകത്തെ ചിന്ത എന്താണ്? ഞാനില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു കാര്യം നടക്കില്ലെന്നാണ്. മിക്കവാറും നമ്മളില്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നന്നായിട്ട് അവർ ജീവിക്കും. അതാ ഞാൻ പലയിടത്തും ഉണ്ടാക്കുന്നത്, പല വീടുകളിലും, അല്ലെ? നല്ലൊരു സൗകര്യം. എന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് ഈ വീട് മുന്നോട്ട് പോകുന്നത്. അവൻ ആ സഹോദരി മരിച്ചു, ഇപ്പൊ ആ സഹോദരി ഉണ്ടായതിനേക്കാളും നന്നായിട്ടാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ വലിയ ഗുണങ്ങളുമില്ല. ഇത് നമ്മുടെ അകത്ത് കിടക്കുന്ന വേറെ ചിന്തയാണത്. നമ്മളില്ലേലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്മൂത്തായിട്ട് തന്നെ നടക്കും. കാരണം ഏത് സാഹചര്യത്തിലും നമ്മൾ ആയിത്തീരുമ്പോൾ അതിനുള്ള കൃപയും ശക്തി എല്ലാവരും തന്നെ ചെറുപ്പം പകരും, അല്ലെ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിജീവിക്കുന്നത്. അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഈ ഭർത്താവ് എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി എടുക്കുന്ന ഒരു ഭർത്താവ് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമ്മൾ വിചാരിക്കും അയ്യോ ഇനിയിപ്പോ ആ കുടുംബം അങ്ങനെ ജീവിക്കും. പക്ഷേ നമുക്കറിയാം, പിന്നീട് ആ സഹോദരി ആ കുടുംബത്തെ പോറ്റാനുള്ള അധികാരം കൃപയൊക്കെ എന്ത് ചെയ്യും? അവർ തനിയെ ആർജിച്ചെടുക്കും. അത് എടുത്തേ പറ്റൂ, എന്തായാലും ജീവിക്കണമല്ലോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യും? ഞാൻ ജീവിക്കും, അവരെ നന്നായി നോക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ അവരെടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? അവർക്ക് അതിനുള്ള കരുത്ത് കർത്താവ് കൊടുക്കും, അല്ലെ? എത്രയോ കുടുംബങ്ങളല്ലേ നന്നായി അവർ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി അവർ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്ത് ചെയ്യണം? ഒരു താഴ്മ നമുക്ക് വേണം. എവിടെയായാലും വേണം. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു എന്ന് വചനം പറയുക. അപ്പൊ ദൈവം
ദൈവം ആർക്കാണ് കൃപ കൊടുക്കുന്നേ? അപ്പൊ നമ്മൾ താഴ്മയോടെ ഇരുന്നാൽ അല്ലെ, അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം? താണിരിപ്പീൻ. ആണോ? അപ്പൊ നമ്മൾ താഴ്ന്നിരിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. ഞാൻ പറഞ്ഞ കണ്ടോ, നമ്മൾ എപ്പോഴും ദൈവസേന പറഞ്ഞ കർത്താവെ ഞാൻ ഒന്നും ആയിട്ടില്ല കർത്താവ്, കർത്താവ് എനിക്ക് കൃപ തരണം, എനിക്ക് ശക്തി തരണം, എനിക്ക് ബലം തരണം, എനിക്ക് ജ്ഞാനം തരണം, അങ്ങയുടെ വചനങ്ങൾ വായിക്കുവാനും ഗ്രഹിക്കുവാനുള്ള അങ്ങ് ജ്ഞാനം എനിക്ക് തരണം. ഇങ്ങനെ എന്ത് ചെയ്യണം? ദൈവസേന എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ താഴ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവം നമ്മളെ താഴ്മയുള്ളവരാക്കി മാറ്റും. നമ്മൾ ഓരോ വിഷയത്തിനും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാത്തത്? നമുക്ക് ഈ കൃപ എന്ത് ചെയ്യാതെ കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ താഴ്മ. പിന്നെന്താണ് പറയുന്നത്? സൗമ്യത. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സൗമ്യത ഉണ്ടാകണം. എല്ലാവരും വാക്യം വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. കണ്ടോ, അവിടെ പറഞ്ഞു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അടുത്തത്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറയാണ്. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ആമേൻ. നമ്മൾ ദേശത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ സൗമ്യത എന്ത് ചെയ്യണം? നാട്ടുകാർ കാണണം. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അടിയും വഴക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല. കാരണം യേശുക്രിസ്തു സൗമ്യനാണ് അല്ലേ? യേശുക്രിസ്തു സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്റെ നിറവേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗമ്യത കണ്ടുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യണം? യേശുവിനെ കണ്ടെത്തണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാണ്ടോ? മോശയെ കുറിച്ച് പഠിക്കുമ്പോ മോശ എന്ത് ചെയ്തല്ലേ? ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ എന്ത് ചെയ്തു? കൊന്നു. എന്നിട്ട് മറവ് ചെയ്തു അല്ലേ? അപ്പൊ അത്ര കോപിഷ്ഠനായിരുന്നു മോശ. ആ മോശയെ ദൈവം 40 വർഷം എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ദൈവിക പദ്ധതി പ്രകാരം ദൈവിക കരങ്ങളിൽ ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു? അവനെ 40 വർഷം ദൈവം എന്ത് ചെയ്തു? ഒരുക്കി. മരുഭൂമിയിലിട്ട് അവൻ എന്ത് ചെയ്തു? ഒരുക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോ വചനം എഴുതിയിരിക്കുകയാണ്, മോശ അതിസൗമ്യനായ മനുഷ്യനായിരുന്നു. ആമേൻ. അപ്പൊ നമ്മളും ഈ ദൈവികമായ ആ ദൈവിക പദ്ധതിയിൽ, ദൈവത്തിന്റെ പഠന കളരിയിൽ നമ്മളും പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മളും ആരായി മാറും? നമ്മൾ സൗമ്യരായിട്ട് മാറും. അതിനു വേണ്ടിയാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നത്. അതിനു വേണ്ടിയാണ് ദൈവത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ വചനം പഠിച്ചും ധ്യാനിച്ചും നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ എന്ത് പകരും? സൗമ്യതയെ പകരുവാനിടയാകും. എന്നിട്ട് പറഞ്ഞു സൗമ്യത. പിന്നെന്താണ്? ദീർഘക്ഷമ. അല്ലെ, നമുക്ക് ദീർഘക്ഷമ പോയിട്ട് ക്ഷമയില്ല. ദീർഘക്ഷമ പോയിട്ട് നമുക്ക് എന്തില്ല? നമുക്ക് ക്ഷമയില്ല അല്ലെ. കർത്താവ് ഒരു കാര്യത്തെ അല്ലെങ്കിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് ദീർഘമായ ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർത്താവ് എന്തില്ല, പിന്നെ അത് വിളിച്ചു പറയില്ല. നമ്മളൊക്കെ പണ്ട് ഞാനൊരു പറഞ്ഞുള്ള കാര്യമാണ്, ഞങ്ങളവിടെ 2 കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോ അവരങ്ങനെ ക്ഷമിച്ചു. അങ്ങോട്ട് പരസ്പരമൊക്കെ ക്ഷമ പറഞ്ഞ് എന്ത് ചെയ്തു? ക്ലിയറായി. 2 വിശ്വാസികളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇവര് വീണ്ടും മറ്റൊരു വിഷയത്തിൽ എന്ത് ചെയ്തു? വഴക്കുകൂടി കഴിഞ്ഞപ്പോ ഒരു വിശ്വാസി പറയാണേ, എന്നെ കൊണ്ട് പഴയ തലയോട്ടിയൊന്നും പൊക്കിക്കെന്താണ് എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ് നീ എന്നോട് പറഞ്ഞ കാര്യമൊന്നും ഞാൻ മറന്നു പോയിട്ടില്ല, അതൊന്നും എന്നെ കൊണ്ട് പറയിക്കെന്നായി വിശ്വാസി പറഞ്ഞത്. ആമേൻ. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അത് പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, രക്ഷിക്കപ്പെട്ടപ്പോ കർത്താവ് നമ്മുടെ ആയിരക്കണക്കിന് പാപങ്ങൾ ക്ഷമിച്ചതാണ്. എന്നിട്ട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ആ പാപങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? ഇടയ്ക്കിടയ്ക്ക് ആ പാപങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനായ കർത്താവാണ്. കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നെ ഓർക്കത്തില്ല, അത് പിന്നെ വിളിച്ചു പറയത്തില്ല. അതുകൊണ്ട് നമ്മളോടും പറയുന്നു, നമ്മളും ദീർഘക്ഷമയുള്ളവരായി മാറണം. ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം.
ആമേൻ. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് എന്ത് വേണം? ദീർഘക്ഷമയുണ്ടാകണം. ഇനി ക്ഷമയുണ്ടായില്ലെങ്കിൽ എന്താ പ്രശ്നം? മത്തായി സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 18-ന്റെ 35. കണ്ടോ, ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യുമെന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ ക്ഷമിക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ ദൈവം നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ എന്റെ മാളയിൽ ശുശ്രൂഷിക്കുന്ന രാജേഷ് ഭാഷ അടുത്ത് ഒരാൾ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം, പുള്ളി വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്യും? പുള്ളിനെ വണ്ടി ഇടിക്കുക. എപ്പോ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയാലും വണ്ടി ഇടിക്കും. അങ്ങനെ ചേട്ടായി എടുത്ത് വന്നു. അങ്ങനെ ചേട്ടായി ഇങ്ങനെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ക്ഷമയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ആരോടെങ്കിലും വിഷമം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പത്തേക്ക് ഇദ്ദേഹം ചാടി പറഞ്ഞു, എന്റെ പെങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല. അപ്പൊ പെങ്ങളുമായിട്ട് ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് ആഴത്തിൽ മുറിവ് വെച്ചുകൊണ്ടിരുന്ന ക്ഷമ കൊടുക്കാതിരിക്കുക മനുഷ്യൻ. അപ്പൊ ചേട്ടയ്ക്ക് മനസ്സിലായി ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് മനസ്സിലായി. അങ്ങനെ ക്ഷമയെ കുറിച്ചുള്ള വചനങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ എന്റെ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദരി, എന്റെ സിസ്റ്ററെ ഞാൻ എന്താണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു 10 പ്രാവശ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് മനസ്സിന് ഭയങ്കര വ്യത്യാസമായി, സന്തോഷം വന്നു. അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചേട്ടാ എനിക്ക് പ്രാർത്ഥിച്ച് മനുഷ്യനെ വിട്ടു കഴിഞ്ഞതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ? പിറ്റേ ദിവസം വിളിച്ചു. ചേട്ടാ എന്താ ചോദിച്ചു. അപ്പോൾ ഞാനിപ്പം വണ്ടി കൊണ്ട് എവിടെയാ, ഞാൻ പുറത്തിറങ്ങി അവിടെ കവലയ്ക്ക് വന്നേക്കാന്ന് പറഞ്ഞു. ഇന്ന് എന്നെ വണ്ടി ഇടിച്ചില്ലെന്ന്. കേട്ടോ, പിശാച് ഒരുക്കുന്ന ഓരോ കെണികളാണത്. നമ്മൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കാതിരുന്നാണല്ലോ പിശാച് നമ്മളെ കയറി കെട്ടും. അതാണ് മത്തായി 5:23 പറഞ്ഞ ആകയാലിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് നിനക്ക് അവരെ വെച്ച് ഓർമ്മ വന്നാൽ ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നീട് വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ നിന്നെ സേവകനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ തടവിലായി പോകുന്നത്, നീ ബന്ധിക്കപ്പെട്ടു പോകുന്നത്. ആരാണ് പ്രതിയോഗി? 1 പത്രോസ് 5:8 നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് വെച്ച് അവൻ ചുറ്റിത്തിരിഞ്ഞിറക്കുക. അപ്പൊ പ്രതിയോഗി ആരാ? പിശാചാണ്. ആണോ? അപ്പൊ നമ്മൾ ദൈവിക പ്രമാണം വിട്ട് ആരോടെങ്കിലും വിഷമമോ കയ്പോ വിദ്വേഷമോ വെച്ചു വരുന്നാൽ ആര് കെട്ടും? പിശാച് നമ്മളെ കെട്ടും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ മുടങ്ങിപ്പോകും. നമുക്ക് ദൈവം തരുവാനുള്ള അനുഗ്രഹങ്ങൾ മുടങ്ങിപ്പോകും. മാത്രമല്ല കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്. അതാ മത്തായി 18:35 വായിച്ചേ. നമ്മൾ എങ്ങനെ ക്ഷമിക്കാതിരുന്നോ അതുപോലെ കർത്താവ് നമ്മളോട് ചെയ്യുന്ന. ആമേൻ. കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോ മത്തായി 6:9 മുതൽ പറഞ്ഞു വെക്കുമ്പോ അന്ന് വായിച്ചാട്ടെ. 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചാൽ 14 മാനിച്ചു. ആ പ്രാർത്ഥന അവസാനിപ്പിച്ചതിന് ശേഷം കർത്താവ് വീണ്ടും പറയാണ്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കണ്ടോ നിങ്ങളോട് ക്ഷമിക്കും. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിച്ചാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുമെന്ന്. അപ്പൊ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലോ കർത്താവ് ക്ഷമിക്കില്ല. നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒക്കെ തടസ്സം ഇങ്ങനെയാണെന്ന് അനേക വിശ്വാസികള് ഇതിപ്പോ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അനേക വിശ്വാസികള് പലരോടും വിഷമവും കയ്പും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അത് പിശാചിന്റെ വലിയ തന്ത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുടുംബങ്ങളിലൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. പിശാചിന്റെ ആധിപത്യം കുടുംബത്തിൽ വെളിപ്പെടുകയാണ്. ദൈവിക പ്രവൃത്തികൾ എന്ത് ചെയ്യാണ്? തടഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദീർഘക്ഷമയുള്ളവരാകണം. നമ്മളോട് ദൈവത്തിന് ദൂരെന്താണ്? നമ്മൾ എന്ത് വേണം? ദീർഘക്ഷമയുള്ളവരാകണം. കർത്താവ് എന്താ പറഞ്ഞേ?
മത്തായി 5:44 വായിച്ചേ. മത്തായി 5:44. ആ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരണമെന്ന്. വെരി ഗുഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഭിരാമി ആ വചനങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ശ്രമിച്ച എല്ലാവർക്കും പഠിക്കാൻ പറ്റും. കൂടുതൽ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യണം? ഹൃദയസ്ഥമാക്കണം. ആമേൻ. അപ്പോൾ അവിടെ പറയാണ്, നിങ്ങളുടെ ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇന്നാളെ ഒരാൾ പറഞ്ഞ പോലെ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യനെ സ്നേഹിക്കണമെന്ന്. കർത്താവ് അത് ഭാര്യനെ സ്നേഹിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല. അല്ലേ? നിങ്ങൾ മേലാൽ രണ്ടല്ല ഒന്നത്രേ, ഒരു ശരീരമാണ് ഭാര്യ ഭർത്താവും. അതുകൊണ്ട് വീണം നമ്മൾ സ്നേഹിക്കാം. അല്ലാണ്ട് ശത്രുവായത് കൊണ്ടല്ല ഭാര്യനെ സ്നേഹിക്കേണ്ടത്. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി വീണം പ്രാർത്ഥിക്കണം. എന്നാലേ നമ്മൾ എന്താവുള്ളൂ? സ്വർഗസ്ഥനായ പിതാവിന് നമ്മൾ പുത്രന്മാരായി തീരുള്ളൂ. അപ്പൊ നമ്മൾ ശത്രുക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ ആരുടെ പുത്രന്മാരായി മാറും? പറഞ്ഞേ. ദൈവത്തിന്റെ പുത്രന്മാരല്ലെങ്കിൽ പിന്നെ ആരുടെ പുത്രന്മാരാ? പിശാചിന്റെ പുത്രന്മാരായി തീരുക. മത്തായി 5:9 തന്നെ പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ കുടുംബത്തിന് സമാധാനം കഴിഞ്ഞ എന്തുണ്ടാവും? നമ്മൾ ആര് പുത്രന്മാരാകും? പിശാചിന്റെ പുത്രന്മാരായി മാറുകയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പരമാവധി നമുക്ക് എന്ത് ചെയ്യാം? സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഏത് മണ്ഡലങ്ങളിലും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരിക, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ ദൈവം നിന്നോട് ചോദിക്കൂടാന്ന് പറയാൻ വേണ്ടത് അല്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിന്നെ വണ്ടി ഇടിക്കൂടാ. കർത്താവ് അവനെ തൊടണേ. നമുക്കോ ശിക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യണം? അവന് ശിക്ഷ കൊടുക്കണമെന്നല്ലേ പ്രാർത്ഥിക്കുന്നേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരിയാണോ? കർത്താവ് എന്താ പറഞ്ഞേ? ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലേ കർത്താവ് പറഞ്ഞേ? അതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്. പക്ഷെ ഇന്നെന്ത് ചെയ്യാണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് വിഷമവും ഭാരവും കെട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവനെ ശപിക്കുകയാണ്. ഇനി എങ്ങനെ അനുഗ്രഹിക്കണം എന്നാ? റോമാലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം വായിച്ചേ. റോമാലേഖനം 12-ന്റെ-14-ാം വാക്യം. ആ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. അപ്പം നമ്മൾ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം? പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ ചീത്ത വിളിച്ചവരെ പറ്റുമോ? അനുഗ്രഹിക്കാൻ പറ്റുമോ? അനുഗ്രഹിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി നിശ്ചയമായിട്ട് വെളിപ്പെടും. നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ഇത് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? പിശാച് എന്ത് ചെയ്യാണ്? അവർക്ക് നേരെ ശാപവാക്കുകൾ പറയാൻ നമ്മൾ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് മണ്ഡലങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസഭയിൽ വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസഭയിൽ എന്തിനാ വരുന്നത്? ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിക്കേണ്ടതിന് വേണ്ടിയുള്ള ഉപദേശവും ശാസ്ത്രയും ഗുണീകരണവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ദൈവസഭയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ദൈവവചനം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ആത്മീക വളർച്ച ഉണ്ടാകത്തില്ല. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? 6, 7, 8 വാക്യത്തിൽ പറയുന്നത്, തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരുക്കുന്നത് തന്റെ കാന്ത? ഈ വചനപ്രകാരമാണ് ആമി ഒരുങ്ങുന്നത്, നമ്മളെ ഒരുക്കുന്നത്. അതെങ്ങനെ ഒരുങ്ങണം? തന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങണം. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് വചനം പറഞ്ഞു തരാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ഒരുങ്ങേണ്ടത് ആരാണ്? നിങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ഞാനും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തന്നെ ആഗ്രഹിച്ച് മനസ്സ് വെച്ചെന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആമേൻ. അപ്പൊ അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടുമ്പോൾ നമ്മൾ എന്താണ് അല്ലെ? ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം നടക്കുന്നു. അത് കഴിഞ്ഞെന്താണ്? നമുക്ക് വിശുദ്ധീകരണമുണ്ട്, സാന്റിഫിക്കേഷൻ ഉണ്ട്. അത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കർത്താവിന്റെ 2ാമത്തെ വരവിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? സാന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഗ്ലോറിഫിക്കേഷൻ. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്.
അപ്പോൾ നമുക്ക് വിശുദ്ധീകരണമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്? അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റോമാലേഖനം എടുക്കാട്ടെ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കാട്ടെ. റോമാലേഖനം 6:17. കണ്ടോ, ഇവിടെ പറയുന്നത് മുന്നമേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേയുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച്, കണ്ടോ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ എങ്ങനെയാ നമ്മൾ നീതിക്ക് ദാസന്മാരായി തീരുന്നത്? എങ്ങനെയാ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഉപദേശം പഠിക്കണം. ഇന്ന് സഭയിൽ അല്ലെ, ഇന്ന് പല സഭകളിലും ഉപദേശം പറയുന്നില്ലല്ലോ അല്ലെ. അത് ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നവര്. ഞാനെന്നാളെ ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോ അധികം പറഞ്ഞൊരു കാര്യതാ, പക്ഷേ ഞങ്ങൾക്ക് 3 വർഷം കൂടുമ്പോൾ എന്താണ് മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ദേശത്ത് വന്നു, ഈ ദേശത്ത് ഇറങ്ങി പരിചയപ്പെട്ട് വരുമ്പോഴേ 3 വർഷം കഴിയും. 2, ഇനി ഞാനിവിടെ ഇറങ്ങി പ്രവർത്തിച്ച ആത്മാക്കളെ കിട്ടിയാലും എനിക്കൊന്നും വലിയ എന്തില്ല, പ്രയോജനമില്ല. കാരണം 3 വർഷം കഴിയുമ്പോൾ സഭ മാറിപ്പോണ്ട് വരും. അതുകൊണ്ട് ഈ ആത്മാക്കളിൽ നിന്ന് കിട്ടുന്ന ദശാംശം കൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രയോജനമില്ല. അടുത്ത ആൾക്കാർക്ക് കിട്ടുള്ളൂ. അതാണ് 2ാമത്തെ കാര്യമാണ് പറയുന്നത്. ഇനി 3ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതായത് ഞങ്ങൾക്ക് ദർശനം കിട്ടിയ ദേശത്തല്ല ദൈവസനെ ഞങ്ങളിപ്പോ പ്രവർത്തിക്കുന്നതെന്ന്. സംഘടന ഞങ്ങളെ കൊണ്ട് എവിടെയാക്കിയാണ്? ഇവരെ ആക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടിയ ദേശത്തേക്കല്ല ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. കൃപയാൽ 21 വർഷം മുമ്പ് വ്യക്തമായൊരു ദർശനം ഈ ദേശത്തെ കുറിച്ച് ദൈവം തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ദേശത്തേക്ക് വന്നത്. ആമേൻ. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടതയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതിന്റെ കാരണം കർത്താവ് അന്ന് തന്ന ആ ഒരു ദർശനമാണ്. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഞങ്ങൾ സഭയിൽ എന്തില്ല, അധികം ഉപദേശം പറയാറില്ല പാസ്റ്ററെ. അതിന്റെ കാരണം സഭയിൽ ഒരുപാട് ജഡീകന്മാരിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെ സഭയിൽ നിന്ന് നീ പോവോ, അത് സഭയുടെ പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്ക് ഇവിടുന്ന് മാറ്റം കിട്ടി അടുത്ത സഭ കിട്ടുമ്പോ എനിക്ക് ചെറിയ സഭയെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നല്ല ആശ്വാസവാക്ക് സങ്കീർത്തനം പ്രസംഗിച്ച് സങ്കീർത്തനം എടുത്തിട്ട് ആശ്വാസവാക്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? സഭയിൽ നിന്ന് ആരും പോവാതെ ഉപദേശം പറയാതിരിക്കുകയാണ്. ആമേൻ. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി ഞാൻ നല്ല ഉപദേശം പറഞ്ഞാൽ മിക്കവാറും ജഡീകന്മാരിൽ നിന്ന് സെന്ററിലേക്ക് വിളിക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ ചിലപ്പോൾ 1 മാസം കൊണ്ടോ 3 മാസം കൊണ്ട് ചെയ്യും ഇവിടെ തന്നെ മാറ്റും. അത് ചിലപ്പോൾ അട്ടപ്പാടിയിലേക്കോ അല്ലെങ്കിൽ എന്താണ് വയനാട്ടിലേക്കോ അല്ലെങ്കിൽ ഇടുക്കിയിലേക്കോ എന്നെ മാറ്റും. അപ്പൊ എന്നാ പ്രശ്നം? ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോകുന്ന എടുത്തുള്ള കാര്യമല്ല. 2, എന്റെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യണം? മാറ്റി കിടക്കണം. അപ്പൊ ഈ എല്ലാ ബുദ്ധിമുട്ടും കൊണ്ട് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ആശ്വാസവാക്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയും 3 വർഷം തികയ്ക്കണം. ഇതാ ഇവര് പറയുന്നത്. എന്നെ ഞെട്ടിച്ച വലിയ കാര്യമാണ്. ഇതിപ്പോ ആർക്ക് പോയി? ഇരിക്കുന്ന വിശ്വാസികൾക്ക് പോയി യഥാർത്ഥമായ ഉപദേശം പഠിപ്പിച്ച് ആത്മീയത്തിൽ വളർത്തി